നിന്റെ മുഖത്തടിച്ചതുപോലെയാ സിദ്ധാർത്ഥ ഇറങ്ങിപ്പോയത്. ഇതാണോ കേണൽ സാർ മോനെ പഠിപ്പിച്ചിരിക്കുന്നത്? ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ചിട്ടുള്ളതായിരിക്കും തിരിച്ചുള്ള പെരുമാറ്റം. അവൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഇറങ്ങിപ്പോയെന്നേ ഉള്ളൂ. അതൊന്നും ചന്ദ്രമോളുടെ അച്ഛൻ അത്ര കാര്യമാക്കണ്ട. പ്രേമം മിണ്ടരുത്. ചന്ദ്രയുടെ അച്ഛൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സിദ്ധുവിന്റെ സമ്മതം ചോദിക്കാതെ ആളെ വിളിച്ചുകൂട്ടി അവനും ചന്ദ്രയുമായിട്ടുള്ള കല്യാണം പ്രഖ്യാപിക്കുക. ഇപ്പൊ കല്യാണ തീയതി കുറിക്കുക. എല്ലാം അങ്ങനെ സ്വയം തീരുമാനിച്ചാലേ അവന്റെ അച്ഛനെന്ന് പറഞ്ഞ് ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഇതിപ്പോ ഇങ്ങനെ വേർതിരിച്ച് നോക്കേണ്ട കാര്യമുണ്ടോ കേണൽ സാർ? നമ്മുടെ കുട്ടികളുടെ കല്യാണം അതാര് തീരുമാനിച്ചാലും അങ്ങേട്ട് നടന്നാ പോരെ. അതെ അതെ, അത് മതി. പ്രേമയോട് മിണ്ടരുതെന്നാ പറഞ്ഞ്. അച്ഛനൊന്ന് നിർബന്ധിച്ച സിദ്ധോട്ടെ സമ്മതിക്കും. പ്ലീസ് അച്ഛ, എനിക്ക് വേണ്ടി അച്ഛനൊന്ന് സംസാരിക്കണം. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചന്ദ്രമോളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. സിദ്ധുവിന് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാതെ ഒന്നിനും ഞാൻ അവനെ നിർബന്ധിക്കില്ല. ഇപ്പോ കേണൽ സാർ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ കുറിപ്പിച്ച മുഹൂർത്തത്തില് എന്റെ മോളുടെ കഴുത്തിൽ സിദ്ധു താലി കെട്ടില്ലെന്നാണോ? അതെ, അച്ഛൻ ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടും നടേശൻ സാറിന് മനസ്സിലായില്ല അല്ലേ? നമുക്ക് കാണാം. ഈ നടേശൻ സാറ് ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ വിശ്രമിക്കൂ. അത് എൻ്റെ ഒരു ശീലമായി പോയി. മോളെ, നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. എൻ്റെ മോൾക്കറിയാലോ നിന്റെ അച്ഛനെ. നീ ആഗ്രഹിക്കുന്നത് എന്തും നിന്റെ കാൽ ചോട്ടിൽ എത്തിച്ചിരിക്കും. പോട്ടെ മോളെ. ഹലോ, ഞാനിപ്പോൾ എത്തും സാർ. ദേവികയോട് സംസാരിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ശരി. എല്ലായിടത്തും കുരുക്കുകൾ തന്നെയല്ലേ അക്ഷര? നമ്മുടെ വീട്ടിൽ, സിദ്ധുവിന്റെ വീട്ടിൽ, സുധിയുടെ വീട്ടിൽ നേരിപ്പുകയാണ് പ്രശ്നങ്ങൾ. അതെ, സമയദോഷമായിരിക്കാം. സാമ്പ്രാണിക്കൊടിയിൽ കണ്ടില്ലേ, തങ്കച്ചി എന്ന പുതിയ തലവേദനയും. എന്നെ വിധവയാക്കുമെന്നാ അവരുടെ ഭീഷണി. അതിപ്പോ ഒരാളുടെ മരണത്തെക്കുറിച്ച് മറ്റു ചിലർ കഠിനമായി ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്നാ. കേട്ടിട്ടില്ലേ, കൊല്ലാൻ തീരുമാനിച്ചുറപ്പിച്ചാ പിന്നെ ചാവുകയെ നിവൃത്തിയുള്ളൂ എന്ന്. നിങ്ങൾ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് മനുഷ്യനെ കൊല്ലാതെ. നീ പേടിക്കണ്ട. പടുകിളവിയാകും വരെ നിന്നെ ദ്രോഹിച്ചിട്ടേ ഞാൻ ഭൂമി വിട്ടു പോകൂ. മേടിക്കും. എന്താണ് പുതിയ വിശേഷം? വിശേഷം ബഹുരസമാ. എന്റെ കല്യാണത്തിനുള്ള ചാർത്തും വരച്ചോണ്ട് നടേശൻ സാർ വന്നു. ആഹാ, കൊള്ളാലോ. പിന്നെ ചെക്കന്റെ സഹായം ഇല്ലാതെ കല്യാണം നടക്കുവോ? നല്ല മുഹൂർത്തമാ. ആ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കുകയും ചെയ്യും. പക്ഷേ വധു ദേവികയായിരിക്കും. സമ്മതിച്ചോ? ഇല്ല, എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ സാറേ. സാർ ഒന്നുകൂടി ഒന്ന് ദേവികയോട് സംസാരിക്കണം. ഒന്നല്ല, 1000 വട്ടം സംസാരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കേണ്ടത്. പക്ഷേ നടേശൻ, അയാളെ സൂക്ഷിക്കണം. അതെ, കാലപ്പാമ്പ് പോലെ പിന്നാലെ ഉണ്ടാവും. അറിയാം. ചന്ദ്രലേഖയെ വീട്ടിൽ നിന്ന്
എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. അതാണ് ഏറ്റവും വലിയൊരു കടമ്പ. കാലിൽ ചുറ്റിയ പാമ്പ് പോലെയാ. ചുറ്റിയ പാമ്പ് കടിച്ചേ പോകുമെന്ന. നോക്കാം. ആ സാറേ, ഈ തങ്കച്ചി എന്ന് പറയുന്ന ലേഡിയാണല്ലോ കഥയിലെ വില്ലത്തി. എന്റെ അമ്മയുടെ ജീവിതത്തിലെ വില്ലത്തി. വ്യക്തമായ പ്ലാനിങ്ങോടെയാ അവർ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതെ, പെർഫെക്റ്റ് സ്കെച്ച്. ജയശങ്കർ സാർ അതിൽ വീഴുകയും ചെയ്തു. സാർ, ഞാൻ സാറിന് തന്ന ചെക്ക് ബാംഗ്ലൂരിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്തത് സീതാലക്ഷ്മി എന്നൊരു പേരില്ല. അപ്പോ തങ്കച്ചി നേരത്തെ കളി തുടങ്ങി എന്നല്ല അതിന്റെ അർത്ഥം. ഒന്നുകിൽ തങ്കച്ചി, അല്ലെങ്കിൽ അവരുടെ സീതാലക്ഷ്മി എന്ന പേരുപയോഗിച്ച് വേറെ ആരോ. കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കും. നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? എന്താ കാഞ്ചനെ, എനിക്ക് വന്നൂടെ ഇവിടെ? നിങ്ങളിതെങ്ങോട്ടാ തള്ളിപ്പൊളിച്ചു പോകുന്നേ? ഞാനൊരു ചായ ഇടാൻ വന്നതാ കാഞ്ചനെ. ചായ ഇടാനോ? അതിന് നിങ്ങളുടെ അടുക്കള അല്ലല്ലോ ഇത്. ഇവിടെ എനിക്കൊരു അടുക്കളയും ബേസ്മെന്റും എയർബേസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ നിന്നേ. എന്തൊരു അതിക്രമമായി കാണിക്കുന്നേ? ഷടാ, എന്തൊരു കൂത്ത്! അടുക്കളയിലും വീട്ടിലും ഒക്കെ കടന്നു കയറാൻ ഇവളാരാ? ചൈനക്കാരി. ഇപ്പൊ കാണിച്ചുതരാം.